एक सही चुनाव लड़ लें, बैलेट पे लड़ लें। ബാലറ്റ് പേപ്പറിൽ മത്സരിക്കാൻ ബി.ജെ.പിക്ക് ധൈര്യമുണ്ടോ? हाथ देखा अमित शाह का, कांपते हुए ऐसे देखा। അമിത്ഷായുടെ കൈകൾ വിറച്ചു. കാരണം അവർക്ക് അധികാരം പോകുമെന്ന പേടിയാണ്. आप नरेंद्र मोदी के इलेक्शन कमिश्नर नहीं हो। इस कानून को हम बदलेंगे और आपके खिलाफ एक्शन लेंगे। നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ കമ്മീഷണർമാരല്ലെന്ന് ഓർക്കുക. നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം ഞങ്ങൾ മാറ്റും. वोट चोर, वोट चोर। ഈ ശക്തമായ വാക്കുകൾ രാംലീല മൈതാനത്തെ വോട്ട് ചോരി റാലിയിൽ നിന്നുള്ളതാണ്. EVM-നെതിരെ നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചന നൽകിയാണ് കോൺഗ്രസ് ഈ റാലി നടത്തിയത്. വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് സ്വയം മറന്നുപോയോ എന്ന ചോദ്യത്തിന് മറുപടി കൂടിയായിരുന്നു രാംലീല മൈതാനത്തെ വലിയ റാലി. വോട്ട് മോഷണത്തിനെതിരെ 5 കോടി ആളുകളുടെ ഒപ്പുകൾ കോൺഗ്രസ് പാർട്ടി ശേഖരിച്ചിരുന്നു. ഈ ഒപ്പുകളിട്ട പേപ്പറുകൾ ചാക്കുകളിൽ കെട്ടി സ്റ്റേജിന് മുന്നിൽ വെച്ചായിരുന്നു നേതാക്കൾ പ്രസംഗിച്ചത്. എന്തായാലും വോട്ട് ചോരി എന്ന വിഷയം ഉയർത്തിയും ബാലറ്റ് പേപ്പർ എന്ന ആവശ്യം ഉയർത്തിയും കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് നേതാക്കളുടെ പ്രസംഗങ്ങളിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ഈ റാലിക്കോ നേതാക്കളുടെ പ്രസംഗങ്ങൾക്കോ വേണ്ട രീതിയിൽ പ്രാധാന്യം നൽകാൻ പതിവ് പോലെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്.